അസാധ്യം എന്ന വാക്കിന് സൈനിക ചരിത്രത്തിൽ വലിയ സ്ഥാനമില്ല. 1985 ഒക്ടോബർ 1 ഇസ്രായേൽ പ്രതിരോധ സേന ആ വാക്കിനെ ചരിത്രത്തിൽ നിന്ന് വെട്ടിമാറ്റി. ഇസ്രായേൽ മണ്ണിൽ നിന്നും 2300 കിലോമീറ്റർ അകലെ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിലെ ടുണീഷ്യൻ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ കെട്ടിട സമുച്ചയം, അതായിരുന്നു അവരുടെ ലക്ഷ്യം. ഈ ദൂരം വെറുമൊരു കണക്കല്ല, ഇതൊരു വലിയ വെല്ലുവിളിയായിരുന്നു. ലിബിയയുടെയും ഈജിപ്തിൻ്റെയും അതിശക്തമായ ആധുനിക റഡാർ സംവിധാനങ്ങൾ, അമേരിക്കൻ നാവികസേനയുടെ മെഡിറ്ററേനിയനിലെ സജീവ സാന്നിധ്യം, ഇവയെല്ലാം മറികടന്ന് ആകാശത്ത് വെച്ച് ഇന്ധനം നിറച്ച് ശത്രു രാജ്യങ്ങളുടെ വ്യോമപരിധിയിൽ കടക്കാതെ ഒരു രഹസ്യ ആക്രമണം നടത്തുക. ഓപ്പറേഷൻ വുഡൻ ലെഗ് ഇസ്രായേൽ വ്യോമസേനയുടെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ, അതിനുമപ്പുറം ഏറ്റവും അപകടകരമായ ഒരു ദൗത്യം. കഥ തുടങ്ങുന്നത് മെഡിറ്ററേനിയൻ ദ്വീപ് രാഷ്ട്രമായ സൈപ്രസിലെ ശാന്തമായ ഒരു തീരത്താണ്. ജൂതമതവിശ്വാസികളുടെ വിശുദ്ധ നാളായ യോം കിപ്പൂർ ദിനത്തിൽ 3 ഇസ്രായേലി ടൂറിസ്റ്റുകൾ തങ്ങളുടെ യാറ്റിൽ വിശ്രമിക്കുമ്പോൾ പാലസ്തീൻ വിമോചന പോരാളികൾ അവരെ നിഷ്കരുണം ആക്രമിച്ച് കൊലപ്പെടുത്തി. ക്രൂരമായ ആ കൊലപാതകം ഇസ്രായേലിനെ ഞെട്ടിച്ചു. ഇതിനു പിന്നിൽ പാലസ്തീൻ ലിബറേഷൻ ഫോഴ്സ് അഥവാ പ്ലോട്ട് എലൈറ്റ് യൂണിറ്റായ ഫോഴ്സ് 17 ആണെന്ന് ഇസ്രായേൽ ഇൻ്റലിജൻസ് കണ്ടെത്തി. ഈ ദാരുണ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ അടിയന്തര ക്യാബിനറ്റ് യോഗം വിളിച്ചു ചേർത്ത ഇസ്രായേൽ പ്രധാനമന്ത്രി ഷിമോൻ പെരസ് തൻ്റെ പ്രതിരോധ മന്ത്രാലയത്തോട് ആവശ്യപ്പെട്ടത് ഒന്നു മാത്രം: അവർ എവിടെയാണെങ്കിലും ഞങ്ങൾക്കവരെ കിട്ടണം. ഈ കൊലയാളികളെ ഭൂഗോളത്തിൻ്റെ ഏത് കോണിൽ പോയും വേട്ടയാടി തകർക്കണമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉത്തരവ്. പക്ഷേ പ്രശ്നം സങ്കീർണമായിരുന്നു. 1982 ലെബനൻ യുദ്ധത്തിന് ശേഷം യാസർ അറാഫത്തും അദ്ദേഹത്തിൻ്റെ അനുയായികളും ലെബനൻ വിട്ട് ഒരു ഉത്തര ആഫ്രിക്കൻ രാജ്യമായ ടുണീഷ്യയിലേക്ക് താവളം മാറിയിരുന്നു. ടുണീഷ്യ ഒരു സുരക്ഷിത താവളമാണെന്ന് അവർ വിശ്വസിച്ചു. കാരണം ഇസ്രയേലിൽ നിന്ന് അത്രയും ദൂരത്തേക്ക് വന്ന് തങ്ങളെ ആക്രമിക്കാൻ ആരും ധൈര്യപ്പെടില്ലെന്ന് അവർ കരുതി. അകലം നൽകിയ സുരക്ഷിതത്വത്തിൽ PLO വീണ്ടും ജൂതജനതയെ ഉന്നമിട്ടു. എന്നാൽ അറാഫത്തിൻ്റെയും കൂട്ടരുടെയും ആ വിശ്വാസം തെറ്റായിരുന്നുവെന്ന് തെളിയിക്കുന്ന ഒരു ദിവസം അടുത്തു വരികയായിരുന്നു. പ്രധാനമന്ത്രി പെരേസിൻ്റെ ആജ്ഞാനുസരണം ടുണീഷ്യയിലെ PLO താവളങ്ങൾക്കെതിരെ ആഞ്ഞടിക്കാൻ തന്നെയായിരുന്നു പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ തീരുമാനം. തൽഫലമായി ഈ ദൗത്യത്തിൻ്റെ നിർവഹണത്തിന് അവർ ഇസ്രായേൽ വ്യോമസേനയെയാണ് ചുമതലപ്പെടുത്തിയത്. ശത്രുവിനെക്കുറിച്ചുള്ള കൃത്യമായ ഇൻ്റലിജൻസ് വിവരങ്ങൾ ലഭ്യമായതും സ്ട്രൈക്ക് മിഷന് ടാസ്ക് ഫോഴ്സുകൾ ഒരുങ്ങി. 10 F-15 ഈഗിൾ വിമാനങ്ങളെയായിരുന്നു ഇതിനുവേണ്ടി സേന തെരഞ്ഞെടുത്തത്. ഇതിൽ 8 എണ്ണം ഡീപ്പ് പെനിട്രേഷൻ ബോംബിങ്ങിനും 2 എണ്ണം ബാക്കപ്പിനുമായി നിശ്ചയിച്ചു. പക്ഷേ ഇവിടെ സാങ്കേതികമായി 2 വലിയ പ്രതിസന്ധികളുണ്ടായിരുന്നു. അമേരിക്കൻ നിർമ്മിതമായ F-15 വിമാനങ്ങൾക്ക് ടുണീഷ്യ വരെ പോയി തിരിച്ചു വരാൻ ആവശ്യമായ ഇന്ധനം ടാങ്കുകളിൽ കൊള്ളില്ല. ഇതിന് പരിഹാരമായി ഇസ്രായേൽ തങ്ങളുടെ ബോയിങ് 707 വിമാനങ്ങളെ പറക്കുന്ന ഇന്ധന ടാങ്കറുകളാക്കി മാറ്റി. എന്നാൽ ഈ ടാങ്കറുകൾ മെഡിറ്ററേനിയൻ കടലിന് മുകളിൽ വെച്ച് റഡാറുകളിൽ പെടാതെ എങ്ങനെ ഇന്ധനം നിറയ്ക്കും എന്നതായിരുന്നു മിഷൻ പ്ലാനേഴ്സിൻ്റെ ആശങ്ക. എങ്കിലും അധികം വൈകാതെ തന്നെ ഇതിനും അവർ ഒരു പരിഹാരം കണ്ടെത്തി. ഇസ്രയേലിൻ്റെ വൈരികളായ ഈജിപ്തിൻ്റെയും ലിബിയയുടെയും ആധുനിക റഡാറുകളെ വെട്ടിക്കണം. അതിനായി ടാസ്ക് ഫോഴ്സ് പോർ വിമാനങ്ങൾ സിവിലിയൻ വിമാനങ്ങളുടെ പാത പിന്തുടരാനായിരുന്നു നിർദ്ദേശം. ഇത് പ്രകാരം ഹോം ബേസുകളുമായി അവർ യാതൊരു റേഡിയോ സന്ദേശങ്ങളും കൈമാറില്ല. പൈലറ്റുമാർ തമ്മിൽ പരസ്പരം സംസാരിക്കാൻ പോലും അനുവാദമില്ലാത്ത അതികഠിനമായ നിശബ്ദത. ചുരുക്കത്തിൽ ഒരു പരിപൂർണ റേഡിയോ സൈലൻസിൽ അവർ ടുണീഷ്യയിലേക്ക് പറക്കുക. സമയം പുലർച്ചെ 7. ഇസ്രയേലിലെ ടെൽനോഫ് എയർബേസ്. ദൗത്യസംഘം അവർക്കുള്ള ബ്രീഫിങ്ങുകൾക്ക് ശേഷം പുറപ്പെടാൻ തയ്യാറായി. മിനിറ്റുകൾക്കുള്ളിൽ ഇവർക്ക് ടേക്ക് ഓഫിനുള്ള നിർദ്ദേശമെത്തി. നിമിഷങ്ങൾക്കകം തങ്ങളുടെ എഞ്ചിനുകളിൽ നിന്നും അഗ്നി വമിപ്പിച്ചുകൊണ്ട് ഹുങ്കാര ശബ്ദങ്ങളുടെ അകമ്പടിയോടെ ഈ ഉരുക്കുപക്ഷികൾ ഒന്നിനു പിറകെ ഒന്നായി മാനമേറി. ഓരോ വിമാനത്തിലും 2 പൈലറ്റുമാർ വീതം. അതിൽ ഒരാൾ വിമാനം പറത്തുമ്പോൾ മറ്റൊരാൾ ആയുധങ്ങൾ നിയന്ത്രിക്കും. ഓരോ വിമാനത്തിലും GBU-15 എന്ന അതിമാരകമായ ലേസർ ഗൈഡഡ് ബോംബുകൾ ഘടിപ്പിച്ചിരുന്നു. കടലിന് മുകളിൽ വെച്ച് ഇന്ധനം നിറയ്ക്കുമ്പോൾ അവർക്കറിയാമായിരുന്നു ഇത് ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ ഉള്ള യാത്രയാണെന്ന്. എന്നിരുന്നാലും ശത്രു നിഗ്രഹത്തിനപ്പുറം ആ പോരാളികൾക്ക് മറ്റൊരു ചിന്തയില്ലായിരുന്നു. മധ്യധരണാഴിക്ക് മുകളിൽ വീശിയടിച്ച കാറ്റുപോലും ഇപ്പോൾ ശാന്തം. മെഡിറ്ററേനിയൻ കടലിൻ്റെ തിരമാലകൾക്ക് തൊട്ടുമുകളിൽ അവർ പറന്നു. ശത്രു റഡാറുകളുടെ ഹൈ പവർ വേവ്സുകൾക്കും താഴെ.
ഏകദേശം 3 മണിക്കൂർ നീണ്ട ആകാശയാത്ര. ഒടുവിൽ ടുണീഷ്യൻ തീരം ദൃശ്യമായി. ഇസ്രയേൽ പൈലറ്റുമാരുടെ രക്തം തിളച്ചു. തങ്ങളുടെ ലക്ഷ്യം അടുത്തെത്തിക്കഴിഞ്ഞു. ടുണീഷ്യയിലെ ഹമാം അൽഷാഡ് തീരം. സമാധാനപരമായ അന്തരീക്ഷം. പെട്ടെന്ന് ആകാശത്ത് വിമാനങ്ങളുടെ ശബ്ദം. കടൽ തീരത്ത് വിനോദത്തിനും വിശ്രമത്തിനുമായി വന്നവർ താഴെ നിന്ന് നോക്കുമ്പോൾ 8 പോർ വിമാനങ്ങൾ താഴ്ന്നു പറക്കുന്നു. സമയം കൃത്യം 11:07. പൈലറ്റുമാർ അവരുടെ ടാർഗറ്റുകൾ ലോക്ക് ചെയ്തു. ആദ്യത്തെ ബോംബ് വിമാനത്തിൽ നിന്നും വേർപെട്ടു. തുടർന്ന് തുടർച്ചയായ ബോംബ് വർഷം. അടുത്ത 6 മിനിറ്റ് ആ പ്രദേശം ഒരു യുദ്ധക്കളമായി മാറി. വലിയ സ്ഫോടനങ്ങൾ, പുകപടലങ്ങൾ ഉയരുന്നു. കടലിന് അഭിമുഖമായി സ്ഥിതി ചെയ്തിരുന്ന PLO ആസ്ഥാനം തകർന്ന് തരിപ്പണമാകുന്നു. ആളുകൾ ചിതറിയോടുന്നു. ഹമാം അൽഷട്ടിൻ്റെ ആകാശം മുഴുവൻ കറുത്ത പുക കൊണ്ട് മൂടുന്നു. PLO കമ്മ്യൂണിക്കേഷൻ സെൻറ്റർ, ഫോഴ്സ് 17 ആസ്ഥാനം, പരിശീലന കേന്ദ്രങ്ങൾ എല്ലാം മിനിറ്റുകൾക്കുള്ളിൽ ചാരമായി. യാസർ അറാഫത്ത് അന്ന് രക്ഷപ്പെട്ടത് അത്ഭുതകരമായാണ്. ഒരു മീറ്റിങ്ങിനായി പോയ അദ്ദേഹം വരാൻ വൈകിയ ആ നിമിഷം ചരിത്രം മാറ്റിയെഴുതി. പക്ഷേ ഏകദേശം 75 പേർ അവിടെ കൊല്ലപ്പെട്ടു. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ടുണീഷ്യൻ എയർ ഡിഫൻസ് അനങ്ങിയില്ല. കാരണം എന്താണ് ആ സമയത്ത് അവിടെ നടന്നത് എന്നുള്ള ഒരു ഞെടുക്കത്തിലായിരുന്നു അവർ. ഞൊടിയിടയിൽ തങ്ങളുടെ മിഷൻ പൂർത്തിയാക്കി ഇസ്രയേൽ വിമാനങ്ങൾ അവരുടെ ഹോം ബേസുകളിലേക്ക് മടങ്ങി. എന്നാൽ തിരിച്ചുള്ള ഈ യാത്രയും വെല്ലുവിളിയായിരുന്നു. ഇന്ധനം കുറവാണ്. ലോകരാഷ്ട്രങ്ങളുടെ പ്രതിഷേധം ആകാശത്തു തന്നെ അവർ അറിഞ്ഞു. ഈജിപ്ഷ്യൻ വ്യോമസേനയും ലിബിയൻ വ്യോമസേനയും ഈ വിവരമറിഞ്ഞ് ആക്രമണ സജ്ജരായി. പക്ഷേ ഒരു പോറൽ പോലും ഏൽക്കാതെ 8 വിമാനങ്ങളും സുരക്ഷിതമായി ഇസ്രയേലിൽ തിരിച്ചെത്തി. ഓപ്പറേഷൻ വുഡൻ ലെഗ് വിജയിച്ചു. ഈ ഓപ്പറേഷൻ ഇസ്രയേലിന് തന്ത്രപരമായ വലിയൊരു നേട്ടം നൽകി. തങ്ങളുടെ ശത്രു ലോകത്തിൻ്റെ ഏതു കോണിലാണെങ്കിലും മൊസാദും ഇസ്രയേൽ വ്യോമസേനയും അവിടെ എത്തും എന്ന സന്ദേശം. വുഡൻ ലെഗ് വെറും ഒരു സൈനിക നടപടിയല്ല, മറിച്ച് അതൊരു വ്യക്തമായ മുന്നറിയിപ്പായിരുന്നു. ചരിത്രം ആരെ ശരിവെക്കുന്നു എന്നത് ഇന്നും തർക്കവിഷയമാണ്. പക്ഷേ ആഗോള സൈനിക നീക്കങ്ങളുടെ കൃത്യതയും ധീരതയും പരിശോധിക്കുമ്പോൾ ഓപ്പറേഷൻ വുഡൻ ലെഗ് എന്ന ഈ വ്യോമ നടപടി പകരം വയ്ക്കാനില്ലാത്ത ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത്യുജ്വലമായ ആകാശ യുദ്ധങ്ങളുടെ ചരിത്രത്തിൽ ഈ ഇസ്രയേൽ ദൗത്യം ഒരു അവിസ്മരണീയമായ അധ്യായമായി എന്നും നിലനിൽക്കും. ലോകരാഷ്ട്രീയവും പ്രതിരോധ തന്ത്രങ്ങളും ബിസിനസ് മാറ്റങ്ങളും എന്നിങ്ങനെ നമ്മുടെ ലോകത്തെ